താലി. രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ. കുട്ടേട്ടാ. അവളുടെ നഗ്നമായ മാറിൽ കണ്ണുമടച്ച് മുഖം ചേർത്ത് കിടക്കുവാണ് ജയൻ. എഴുന്നേൽക്കുന്നില്ലേ? എഴുന്നേൽക്കാൻ തോന്നുന്നില്ല പെണ്ണെ, അത്രയ്ക്ക് ക്ഷീണമാണ്. അത് പിന്നെ കാണാതിരിക്കുമോ? അത്രയ്ക്ക് കുത്തിമറിച്ചിലല്ലായിരുന്നോ? അവളുടെ പറച്ചിൽ കേട്ട് ജയൻ ചിരിച്ചു. ചിരിക്കുന്നു? മേലാകെ അവിടെ അവിടെ നീറുന്നു. സോറി മോളെ, ചിലപ്പോൾ കെട്ടുപൊട്ടിയ പട്ടം പോലെ ആയി പോകും. ഇനി ഞാനത് ശ്രദ്ധിച്ചോളാം. അവളുടെ നിണം പൊടിഞ്ഞ ചുണ്ടിൽ ജയൻ ചുണ്ടു ചേർത്ത് വെച്ച് നാവ് കൊണ്ട് ഉരസി. ദേവി എരിവ് വലിച്ചു. എഴുന്നേറ്റ് മാറിയേ, ഈ കിടപ്പിനി ശരിയാവില്ല. അവൻ്റെ വിരലുകളുടെ ചലനത്തെ തടഞ്ഞുകൊണ്ട് ദേവി എഴുന്നേറ്റ് ബെഡ്ഷീറ്റ് വാരി പുതച്ചു. അങ്ങനെ പോയാലോ? നമ്മൾ രണ്ടുപേരുടെയും ലക്ഷ്യം കുളിക്കുകയാണല്ലോ. അപ്പോൾ അത് ഒരുമിച്ചായാൽ സമയവും വെള്ളവും ലാഭം. എൻ്റെ ദേവിയെ, ഇതൊക്കെ നീ ഇനി എപ്പോൾ പഠിക്കാനാ? തോറ്റു പൊന്നേ ഞാൻ. ജയൻ്റെ നേർക്ക് കൈ രണ്ടും തൊഴുതു പിടിച്ചു. ബെഡ്ഷീറ്റ് മാറിൽ നിന്നും ഊർന്നു മാറി. അത് തന്നെ തക്കം പോലെ അവളെയും എടുത്ത് ജയൻ വാഷ്റൂമിലേക്ക് കയറി. അമ്പലത്തിലെത്തി വഴിപാട് കൗണ്ടറിൽ നിൽക്കുമ്പോൾ മക്കളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും സന്തോഷത്തിനും വേണ്ടി അറിയാവുന്ന വഴിപാട് മുഴുവനും കഴിപ്പിച്ചു മഹേശ്വരി അമ്മ. വഴിപാട് ഷീട്ട് നടക്കി വയ്ക്കുമ്പോൾ ശാന്തിക്കാരൻ തിരുമേനി അവരെ നോക്കി പുഞ്ചിരിച്ചു. ഒരുപാടുണ്ടല്ലോ മഹേശ്വരി അമ്മയെ വഴിപാട്. മോനും മോളും സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു തിരുമേനി. അവർക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ പ്രാർത്ഥനയും വഴിപാടും എല്ലാം. പ്രദക്ഷിണം പൂർത്തിയാക്കി വന്നോളൂ, അപ്പോൾ പ്രസാദം തരാം. മഹേശ്വരി അമ്മ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അവിടുത്തെ കഴകക്കാരി അമ്മിണി അവരെ നോക്കി വെളുക്കെ ചിരിച്ചു. ഇപ്പോൾ കുറേയായി കാണാനില്ലല്ലോ മഹേശ്വരിയെ. മോൻ്റെ കെട്ടികൾക്ക് വിശേഷം എന്തെങ്കിലും ആയോ? അവരുടെ ചിരിയോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ മഹേശ്വരി അമ്മയും ചിരിച്ചു. കല്യാണം കഴിഞ്ഞാൽ പതിവുള്ളതല്ലേ അമ്മിണി ഈ ചോദ്യം? മാതുമോൾക്ക് 2 വയസ്സ് കഴിഞ്ഞല്ലേ ഉള്ളൂ, കുറച്ചുകൂടെ കഴിഞ്ഞ് മതിയെന്നാണ് അവർക്ക്. ഇടുപ്പിലിരിക്കുന്ന കുഞ്ഞി പെണ്ണിനെ നോക്കി. അതും ശരിയാ, ഇപ്പോഴത്തെ പിള്ളേർ ജീവിതം ആസ്വദിക്കുന്നവരാ. കഴിഞ്ഞൊരു ദിവസം മോനും ഭാര്യയും കുഞ്ഞും വന്നിരുന്നു. ആ കുഞ്ഞിനോടും മോനോടും എന്തൊരു സ്നേഹമാണ്. ഇതൊക്കെ ആൾക്കാരെ കാണിക്കാനോ അതോ ശരിക്കും ഇഷ്ടമുണ്ടോ? അമ്മിണിക്ക് കണ്ടിട്ട് എന്തു തോന്നി? മഹേശ്വരി അമ്മ ചോദിച്ചു. എനിക്ക് തോന്നിയത് ആ കൊച്ചിന് അച്ഛനും മോളോടും ജീവനാണെന്ന്. പിന്നെ എന്തിനാ അമ്മിണിയെ ഇങ്ങനെ ഒരു ചോദ്യം? എന്നാലും അറിയണ്ടേ മഹേശ്വരി, ഇതൊക്കെ ആൾക്കാരെ കാണിക്കാനുള്ള പരിപാടിയാണോ എന്നറിയാൻ. എൻ്റെ അമ്മിണി, നിൻ്റെ കാര്യം. പ്രദക്ഷിണം പൂർത്തിയാക്കി ശ്രീകോവിലിൻ്റെ മുന്നിലെത്തുമ്പോൾ മേൽശാന്തി വഴിപാടുകളുമായി പുറത്തേക്ക് വന്നു. തീർത്ഥം നൽകി വഴിപാട് പ്രസാദം മഹേശ്വരി അമ്മയുടെ കൈകളിൽ വയ്ക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി അവരത് ഏറ്റുവാങ്ങി. മോൻ്റെയും മോളുടെയും ദോഷസമയമെല്ലാം മാറിക്കേട്ടോ. ഇനി അങ്ങോട്ട് നല്ല സമയമാണ്. ശ്രീകൃഷ്ണന് വെണ്ണ വഴിപാട് കൂടി കഴിപ്പിച്ചേക്കൂ. ഉണ്ണിക്കണ്ണനെയാണ് കാണിക്കുന്നത്. മഹേശ്വരി അമ്മയുടെ കണ്ണും മനസ്സും നിറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങി വന്ന ഉടനെ തന്നെ രമ്യ അച്ഛനെയും അമ്മയെയും വിളിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു. കുളി കഴിഞ്ഞിറങ്ങി 2 പേരും കിച്ചണിലേക്ക് കയറി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും മുട്ടക്കറിയും വയ്ക്കുന്ന തിരക്കിലാണ്. പാചകം തന്നേക്കാൾ നന്നായി ജയൻ ചെയ്യുമെന്ന് ദേവിക്കറിയാം. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഓഫീസിലും തിരക്കിനിടയിൽ കുട്ടേട്ടൻ എപ്പോഴാണ് പാചകം ചെയ്യാൻ പഠിച്ചതെന്ന്. പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം അമ്മയെ സഹായിക്കുന്നതിനായി ഞാൻ കിച്ചണിൽ കയറാറുണ്ട്. പിന്നെ വിവാഹം കഴിഞ്ഞ് ചിത്ര വന്നതിൽ പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടായിട്ടില്ല. അവളെന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. എല്ലാ കാര്യങ്ങളും അവൾക്ക് തനിയെ ചെയ്യണം. അവൾ പോയപ്പോൾ വീണ്ടും ഞാൻ ഒറ്റയ്ക്കായി. കുഞ്ഞിനെയും നോക്കി ആഹാരം പാകം ചെയ്യാനുള്ള അമ്മയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് ഒരു സെർവൻറ്റിനെ വയ്ക്കാമെന്ന് പറഞ്ഞത്. അമ്മയ്ക്ക് എന്തുകൊണ്ടോ അതത്ര ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പഴയതുപോലെ കിച്ചണിൽ കയറി. ചിത്രയുടെ കാര്യം പറയുമ്പോൾ പലപ്പോഴും ജയൻ്റെ ഒച്ചയിടറുന്നതും കണ്ണ് നിറയുന്നതും ദേവി കണ്ടു. അവൾ പിന്നിലൂടെ ചെന്ന് ജയനെ പുണർന്നു. നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും നമ്മളുടെ മനസ്സിൻ്റെ ഒരു കോണിൽ മിഴിവേകുന്ന ഓർമ്മയായി അവരുണ്ടാകുമല്ലേ കുട്ടേട്ടാ? മറന്നതായി നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നടിക്കുമെങ്കിലും അവർ നൽകിയ ഓർമ്മകളിലൂടെ അവരെപ്പോഴും നമുക്കുള്ളിൽ ജീവിക്കും. മറന്നതായി മനഃപൂർവ്വം നടക്കുമെങ്കിലും അതിനപ്പുറം നോവോടെ നമ്മളിൽ കാണും ഓരോ മാത്രയിലും. ജയൻ്റെ പുറത്ത് കണ്ണുനീരിൻ്റെ ചൂടറിഞ്ഞതും ജയൻ അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നു. ദേവി, ഞാൻ പ്ലീസ് കുട്ടേട്ടാ, ഞാനൊന്ന് കരഞ്ഞോട്ടെ. എൻ്റെ ദേവേട്ടനെയും മോനെയും ഓർത്ത് അവൻ്റെ മേലേക്ക് ചാഞ്ഞു നിന്നു ദേവി. ജയൻ അവളെ ശ്വാസം മുട്ടിക്കും വിധം കെട്ടിപ്പിടിച്ചു. അവൻ്റെ മനസ്സിലും അപ്പോൾ ചിത്രയുടെ മുഖം മിഴിവോടെ തെളിഞ്ഞു. ഗേറ്റ് കടന്നതും മോൾ അമ്മയെന്ന് വിളിച്ച് അകത്തേക്ക് ഓടിക്കയറി. എൻ്റെ മാധു, ഓടല്ലേ, വീഴും. ഇല്ല അമ്മാമ്മേ, ഞാൻ അമ്മയുടെ അടുത്ത് പോവാം. നേരെ അടുക്കളയിൽ ഓടിക്കയറി. മോളുടെ ശബ്ദം കേട്ടതും ദേവി ജയനെ വിട്ടുമാറി. അമ്മയുടെ മുത്ത് വന്നോ?
മോളെ വാരിയെടുത്ത് കവിളിൽ ചുണ്ടു ചേർത്തു. പിന്നാലെ മഹേശ്വരി അമ്മയും വന്നു. പ്രസാദവും ചരടും അവിടെ വെച്ചിട്ടുണ്ട്, രണ്ടാളും എടുക്കണം. പിന്നെ തിരുമേനി പറഞ്ഞു ഉണ്ണിക്കണ്ണന് വെണ്ണ നൈവേദ്യത്തിന് സമയമായി എന്ന്. രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചു. അമ്മ പോയതും ജയൻ ദേവിയെ എടുത്ത് കിച്ചൺ സ്ലാബിലിരുത്തി. കേട്ടോ തിരുമേനി പറഞ്ഞത്, ഉണ്ണിക്കണ്ണന് വെണ്ണ നൈവേദ്യം കൊടുക്കാൻ. അതായത് അമ്പുമോൻ വരാറായി. ദേവി ജയനെ ചുറ്റിപ്പിടിച്ചു. അമ്മയോട് പറയട്ടെ, മോൻ അതിൻ്റെ അശാന്ത പരിശ്രമത്തിലാണെന്ന്. കാതോരം പെണ്ണിൻ്റെ ശബ്ദം. ജയൻ അവളുടെ വയറിൽ നുള്ളി. പെണ്ണ് പെട്ടെന്ന് നിലത്തേക്ക് ചാടി. അപ്പോഴാണ് ജയൻ്റെ ഫോൺ ബെല്ലടിച്ചത്. ജയൻ അവളെ നോക്കി മീശ വിരിച്ച് കള്ളച്ചിരിയും ചിരിച്ച് ഹാളിലേക്ക് പോയി. സിദ്ധുവാണ്. ഹലോ സിദ്ധു. ഡാ ദേവി എവിടെ? കുറേ നേരമായി അവളുടെ ഫോണിൽ വിളിക്കുന്നു. അവളെ കിച്ചണിലാണ്, ഫോൺ റൂമിലും. അതാണോ? ഡാ അവളോട് പറയണേ രമ്യയ്ക്ക് വിശേഷമുണ്ടെന്ന്. ആണോ? കൺഗ്രാറ്റ്സ് അളിയ, ചിലവ് വേണം. അത് പിന്നെ പറയാനുണ്ടോ? എന്തായാലും ദേവിയോട് പറഞ്ഞേക്ക്. അത് പറ്റില്ല. അളിയൻ ഫോൺ രമ്യയുടെ കയ്യിൽ കൊടുക്ക്. അവൾ തന്നെ നേരിട്ട് ദേവിയോട് പറയട്ടെ. ഇല്ലെങ്കിൽ ഇനി അത് മതി ഇവിടെ ഒരാൾക്ക്. അതും ശരിയാണ്. അവളൊരു കാരണം കിട്ടാതെ ഇരിക്കുകയാണ്. ജയൻ ഫോൺ കൊണ്ടുവന്ന് ദേവിയുടെ കയ്യിൽ കൊടുത്തു. ഹലോ സിദ്ധുവേട്ടാ. സിദ്ധുവേട്ടനല്ല, ഇത് ഞാനാ പെണ്ണേ. നിന്നോടൊരു കാര്യം പറയുന്നതിന് വേണ്ടി വിളിച്ചതാ. ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്തു, നീ അപ്പച്ചിയാവാൻ പോകുന്നു. ആണോ? സത്യമാണോ ഡി? സത്യമാണ്. ഞാൻ പിന്നെ കള്ളം പറഞ്ഞതോ? എടി ഞങ്ങൾ വൈകുന്നേരം അങ്ങോട്ട് വരാം. സന്തോഷം കൊണ്ട് ദേവി തുള്ളി ചാടുകയായിരുന്നു. മഹേശ്വരി അമ്മയും ബഹളം കേട്ടാണ് റൂമിൽ നിന്നും പുറത്തേക്ക് വന്നത്. അമ്മേ, അവിടുത്തെ രമ്യയ്ക്ക് വിശേഷമുണ്ടെന്ന്. ആഹാ, അത് സന്തോഷമുള്ള വാർത്തയാണല്ലോ മോളെ. മഹേശ്വരി അമ്മയ്ക്കും സന്തോഷമായി. ചേട്ടത്തി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഈ സന്തോഷം. അപ്പോൾ പിന്നെ നിനക്ക് വിശേഷമാകുമ്പോഴോ? മഹേശ്വരി അമ്മ പറയുമ്പോൾ അവൾ ഒന്നും മിണ്ടാതെ നാവും കടിച്ച് റൂമിലേക്ക് പോയി. കുട്ടേട്ടാ, നമുക്ക് വൈകുന്നേരം തന്നെ രമ്യയെ കാണാൻ പോകണം. എത്ര നാളായി കാത്തിരിക്കുന്നതാ ഈ വാർത്ത കേൾക്കാൻ. ഒരാഴ്ച വളരെ വേഗം കടന്നുപോയി. നാളെ ഈവനിങ് ആണ് ഹരിയുടെ ഫ്ലൈറ്റ്. അതിനു മുമ്പ് തനിക്ക് ഇവിടെയൊക്കെ ചുറ്റി കാണണ്ടേ? നിമ്മി ചോദിക്കുമ്പോൾ ഹരി അവളെ നോക്കി ചിരിച്ചു. തനിക്ക് ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായി കറങ്ങാമിടോ. അവൾ പറയുമ്പോൾ തനിക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് പോകാം. ഓഫ് കോഴ്സ്. രണ്ടുപേരും കൂടി അപ്പോൾ തന്നെ ഇറങ്ങി. പ്രധാന ഇടങ്ങളിലൊക്കെ നിമ്മി അവനെയും കൂട്ടിപ്പോയി. രണ്ടുപേരും ഒരുപാട് സമയം ഒരുമിച്ച് ചെലവഴിച്ചു. ഞാൻ ചോദിക്കാൻ വിട്ടു, നിമ്മിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അതൊന്നും ചോദിക്കാൻ ശരിക്കും സമയം പോലും കിട്ടിയില്ല. അവളുടെ മുഖം വാടുന്നത് ഹരി കണ്ടു. എന്താടോ, ഞാൻ തന്നെ വിഷമിപ്പിച്ചോ? അവൾ അല്പനേരം മിണ്ടാതെ ഇരുന്നു. എനിക്കാരും ഇല്ല ഹരി. ഐ ആം ആൻ ഓർഫൻ. അച്ഛനൊരു ആക്സിഡൻറ്റിൽ മരിക്കുമ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കുറച്ചുനാൾ അമ്മ വീട്ടുജോലി ചെയ്ത് എന്നെ വളർത്തി. പിന്നെ ഞാൻ അമ്മയ്ക്കും ഭാരമായി. ഒരിക്കൽ അമ്മ എന്നെയും കൊണ്ട് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അന്ന് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അമ്മ എനിക്ക് ഐസ്ക്രീമും മുട്ടായിയും എല്ലാം വാങ്ങി തന്നു. 1-2 ബസ്സിൽ കയറി ഞങ്ങൾ. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചതുകൊണ്ട് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. ഒടുവിൽ ഞാൻ ഉറക്കം ഉണർന്നപ്പോൾ എനിക്ക് ചുറ്റും ഒരുപാട് ആളുകൾ. പക്ഷേ അതിലൊന്നും എൻ്റെ അമ്മയുടെ മുഖം കണ്ടില്ല. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഏതോ പോലീസ് സ്റ്റേഷനിലാണെന്ന്. എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. അവിടെ കൂടി നിന്ന ആൾക്കാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പിന്നീട് അവരെന്നോട് എന്തൊക്കെയോ ചോദിച്ചു. പക്ഷെ അതിനൊന്നും എനിക്ക് കൃത്യമായ മറുപടി പറയാൻ അറിയില്ലായിരുന്നു. പിന്നെ പല പല സ്ഥലങ്ങളിലായി എന്നെപ്പോലെയുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾക്കൊപ്പം ഓർഫനേജിലെത്തിയ ഏതോ ഒരാളുടെ കനിവ് കൊണ്ട് എൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തു. അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളത് വരെ പഠിച്ചു. പഠിത്തത്തിനിടയിൽ ഞാൻ ചെയ്യാത്തത് ഈ ജോലികളൊന്നുമില്ല. അതിൽ നിന്ന് മിച്ചം വയ്ക്കുന്ന പണം കൊണ്ടാണ് ഞാൻ പിന്നെയും എൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നത്. അമ്മയെന്ന് കേട്ടാൽ എനിക്കിപ്പോൾ പുച്ഛമാണ് ഹരി. ബന്ധങ്ങളെല്ലാം വെറുതെ. നിമ്മി എന്ന പേര് മാത്രമായിരുന്നു എനിക്ക് കൈമുതലായി ഉണ്ടായിരുന്നത്. ഒടുവിൽ ഞാൻ എനിക്ക് സ്പോൺസർഷിപ്പിൽ നൽകിയിരുന്ന അയാളുടെ പേരിൻ്റെ അറ്റത്തുള്ള വാല് ഞാൻ എൻ്റെ പേരിനോടൊപ്പം കൂട്ടിച്ചേർത്തു. പറച്ചിലിനൊപ്പം അവൾ ഏങ്ങി കരയുന്നുണ്ടായിരുന്നു. ഹരിക്ക് അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയില്ലായിരുന്നു. പുറമേക്ക് തൻ്റെടിയായ നിമ്മി ചാക്കോ. പക്ഷെ അവളുടെ ഉള്ളിൽ ആരോടും പറയാത്ത ഒരുപാട് വിഷമങ്ങൾ. അവൾക്ക് ചായാൻ ഒരു തോൾ ആവശ്യമാണെന്ന് ഹരിക്കപ്പോൾ തോന്നി. അവളെ ഒന്ന് ചേർത്ത് പിടിച്ചതും അവൻ്റെ തോളിലേക്ക് മെല്ലെ ചേർന്ന് അതുവരെ അടക്കി വെച്ചിരുന്ന സങ്കടങ്ങൾ മുഴുവനും അവൾ കരഞ്ഞു തീർത്തു. ഒറ്റയ്ക്ക് നിന്ന് ജീവിതം കരുപിടിപ്പിച്ച അവളോട് വല്ലാത്ത സ്നേഹം തോന്നി ഹരിക്ക്. എത്ര നേരം അങ്ങനെ ഇരുന്നെന്ന് 2 പേർക്കും അറിയില്ല. സോറി ഹരി, ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ് തന്നെ ബുദ്ധിമുട്ടിച്ചല്ലേ. ശരിക്കും പറഞ്ഞാൽ ഓഫീസിൽ എല്ലാവർക്കും എന്നെ പേടിയാണ്. കാരണം അവരുടെയൊക്കെ മുന്നിൽ നിമ്മി ചാക്കോ തൻ്റെടിയായ ബോസാണ്.
ഞാൻ അധികം ആരുമായി സൗഹൃദം കാത്തു സൂക്ഷിക്കാറില്ല. പക്ഷേ ഒരാളോടൊപ്പം ഞാൻ സൗഹൃദം സൂക്ഷിച്ചു. മുമ്പത്തെ HR സ്റ്റീഫൻ. ഒരു സൗഹൃദം ആഗ്രഹിച്ചിരുന്ന എനിക്ക് അയാൾ നല്ലൊരു സുഹൃത്തായിരുന്നു. പക്ഷേ ഞങ്ങളുടെ സൗഹൃദം വളർന്ന് അതൊരു പ്രണയബന്ധത്തിലെത്തിയത് വളരെ പെട്ടെന്നായിരുന്നു. ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഓഫീസിലെ മുഴുവൻ സ്റ്റാഫിനെ ക്ഷണിക്കുകയും ചെയ്തു. വിവാഹ ദിവസം രാവിലെ ചർച്ചിൽ വെച്ചാണ്. വിവാഹത്തിന് തൊട്ടു മുമ്പാണ് ഞാൻ അറിയുന്നത് അയാളുടെ വിവാഹം കഴിഞ്ഞെന്നും ഭാര്യയും കുഞ്ഞുമുണ്ടെന്നും. അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഉള്ള എന്നെ സ്വന്തമാക്കുന്നതിന് വേണ്ടി അയാൾ ഭാര്യയും കുഞ്ഞിനെയും എവിടെയോ ഒളിച്ച് താമസിപ്പിക്കുകയായിരുന്നെന്ന്. അതറിഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി ഹരി. താൻ എന്നെ കേൾക്കാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ തന്നോട് പറഞ്ഞത്. വരൂ, നമുക്ക് പോകാം. തനിക്ക് പാക്കിംഗ് ഒക്കെ ഉള്ളതല്ലേ? അത് സാരമില്ല, എനിക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. ലേഡീസിനാണ് കൂടുതൽ ഐറ്റംസ് എടുക്കുന്നത്. അതുകൊണ്ട് താൻ എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. ഹരി മാരീഡാണോ? നിമ്മി പെട്ടെന്ന് ചോദിച്ചു. അതെയല്ലോ, ഞാൻ മാരീഡാണ്. അത് കേട്ടതിന് നിമ്മിയുടെ മുഖം മാറുന്നത് ഹരി കണ്ടു. 2 കുട്ടികളുടെ അച്ഛനാണ് ഞാൻ. ഒരാൾക്ക് വയസ്സ് 3 അടുത്തയാൾക്ക് 3 മാസം കൂടി കഴിയുമ്പോൾ പുറത്തു വരും. ഓ, അപ്പോൾ എല്ലാ പേർക്കും ഡ്രസ്സ് എടുക്കണം. അതിനാണ് തൻ്റെ സഹായം ചോദിച്ചത്. എന്തെടുത്താലും ആ പെണ്ണിന് പിടിക്കില്ല. അതെന്താ? ഞാൻ വരാമല്ലോ. മുഖത്തെ സങ്കടം മനഃപൂർവ്വം മറച്ചുകൊണ്ട് നിമ്മി ഹരിക്കൊപ്പം പോകാൻ റെഡിയായി. 2 പേരും കൂടി ടെക്സ്റ്റൈൽസിലെത്തുമ്പോൾ ഹരി തന്ത്രപൂർവ്വം തന്നെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു. ദേവിക്കും അമ്മുവിനും അമ്മയ്ക്കും മാതുമോൾക്കും ദത്തനും അമ്മാവനും ഡ്രസ്സ് എടുക്കാൻ മറന്നില്ല. മാതുമോൾക്ക് 1-2 ജോഡി എടുത്തു. മാത്രമല്ല സിദ്ധുവിനും മാലതിയമ്മയ്ക്കും ദേവിയുടെ അമ്മയ്ക്കും മഹേശ്വരി അമ്മയ്ക്കും കൂട്ടത്തിൽ ഡ്രസ്സ് എടുത്തു. എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞപ്പോൾ അവൻ പിസ്ത കളറിലുള്ള ഒരു കോട്ടൺ സാരി എടുത്തു. അതിന് മാച്ചായ ആക്സസറീസും വാങ്ങി മാറ്റിവെച്ചു. ഡ്രസ്സ് എടുക്കുമ്പോൾ അവൻ ആലോചനയോടെ നിൽക്കുന്നതും മുഖത്ത് ചിരി വിരിയുന്നതും നിമ്മി നോക്കി നിന്നു. പക്ഷേ അത് ആർക്കാണെന്നൊന്നും ചോദിച്ചില്ല. ഡ്രസ്സെല്ലാം വാങ്ങി പുറത്തുനിന്ന് ഫുഡും കഴിച്ചാണ് ഹരി എയർപോർട്ടിലേക്ക് തിരിച്ചത്. എന്നാൽ പിന്നെ ശരി ഹരി, ഇനി എപ്പോഴെങ്കിലും കാണാം. അതെന്ത് പറച്ചിലാണ് എപ്പോഴെങ്കിലും കാണാമെന്ന്? ഞാൻ തന്നെ എൻ്റെ നാട്ടിലേക്ക് ക്ഷണിക്കാനിരിക്കുകയായിരുന്നു. ഇവിടുത്തെ തിരക്കിൽ നിന്നൊക്കെ റിലീഫ് കിട്ടണമെന്ന് തോന്നുമ്പോൾ താൻ നേരെ അങ്ങോട്ടേക്ക് വന്നാൽ മതി, എൻ്റെ നാട്ടിലേക്ക്. തനിക്ക് അവിടെ ഇഷ്ടപ്പെടും, എൻ്റെ ബന്ധുക്കളെയും. താൻ വരുമെന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഹരി അകത്തേക്ക് കയറിപ്പോയി. തനിക്ക് വേണ്ടപ്പെട്ടതെന്തോ അകന്നു പോകുന്ന പോലെ നിമിക്ക് തോന്നി. പക്ഷേ അയാൾക്ക് മറ്റൊരവകാശി. അവൾ സങ്കടങ്ങൾ ഉള്ളിൽ മറത്തി. എയർപോർട്ടിൽ നിന്നും തിരികെയുള്ള യാത്രയിൽ അവളുടെ മനസ്സ് നിറയെ ഹരിയും അയാളുടെ ബന്ധുക്കളുമായിരുന്നു. എന്തായാലും ഒരിക്കൽ ഹരിയുടെ നാട്ടിൽ പോയി ബന്ധുക്കളെയൊക്കെ കാണണം. ഹരി പോകുമ്പോൾ തന്നെ പ്രത്യേകം ക്ഷണിച്ചതുമാണ്. ഹരിയുടെ മനസ്സിലും നിമ്മിയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു. വിചിത്രയുടെ റൂമിലിരിക്കുമ്പോൾ ജയന്റെ മനസ്സിൽ ചിത്രയായിരുന്നു. അവളോടൊപ്പം കളിച്ചും ചിരിച്ചുമിരുന്ന അവളുടെ കുഞ്ഞനുജത്തി. ഇപ്പോൾ ഈ കിടപ്പ് കാണുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നു. ആ കിടപ്പ് കാണാൻ വയ്യ ജയ. എങ്ങനെയെങ്കിലും ഇവൾ മരിച്ചു പോയെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. വിജിയുടെ അമ്മ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. എത്രയെന്ന് വെച്ചാൽ കിടന്ന് നരയിക്കുന്നത് കാണുന്നത്. പറച്ചിലിനോടൊപ്പം അവർ വിതുമ്പുന്നുണ്ടായിരുന്നു. അമ്മയെ കാണാൻ ചെല്ലുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഏകദേശ ഐറ്റംസും ദേവി വാങ്ങിയിരുന്നു. രാവിലെ സിദ്ധു വരുമ്പോൾ മാതുമോളെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് തന്നെ ജയനും ദേവിയും മഹേശ്വരി അമ്മയും കൂടിയാണ് രമ്യയെ കാണാൻ വന്നത്. രമ്യയെ കണ്ട പാടെ ദേവി അവളെ ഇറക്കെ പുണർന്നു. അവളുടെ മുഖം സന്തോഷം കൊണ്ട് വിടരുകയും ഒപ്പം കണ്ണുനീരുകൾ പൊടിയുകയും ചെയ്തു. ദേവി അവൾ കൊണ്ടുവന്ന പലഹാരങ്ങൾ ഓരോന്നായി പ്ലേറ്റിലെടുത്ത് വെച്ച് രമ്യയ്ക്ക് കൊടുത്തു. ദേവിയുടെ വക ഉപദേശത്തിൻ്റെ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു രമ്യയ്ക്ക്. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവൾ മുമ്പ് അമ്പൂട്ടനെ ഗർഭിണിയായിരിക്കുമ്പോഴുള്ള അവസ്ഥയും കൂടി ചേർത്ത് പറയും. ചിലപ്പോൾ വെങ്ങി കരയും, മറ്റു ചിലപ്പോൾ കരിച്ചിൽ കടിച്ചമർത്തും. അത് കാണുമ്പോൾ വല്ലാത്ത വേദന തോന്നും. ഇത്രയുമായിട്ടും അവളുടെ മനസ്സിൽ നിന്നും ഒന്നും മാഞ്ഞു പോയില്ലല്ലോ എന്ന്. സിദ്ധുവിന് അവിടെ കുത്തിയിരിക്കാൻ സമയം കിട്ടുന്നില്ല. മുഴുവൻ സമയവും മാതുമോളുടെ പിന്നാലെ ഓടണം. ഒടുവിൽ ഒരു വിധത്തിലാണ് അവളെ സമാധാനപ്പെടുത്തി അടുത്തിരുത്തിയത്. എല്ലാവരും ഉച്ചയ്ക്ക് ശേഷം ഒന്നിച്ചിരുന്ന് ചായകുടിയും സംസാരവുമായപ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്ന് നിന്നത്. വന്നിരിക്കുന്നത് ആരാണെന്നറിയാൻ എല്ലാവരും ഒരുപോലെ പുറത്തേക്ക് നോക്കി. കാറിൽ നിന്നും അമ്മുവും ദത്തനും ഇറങ്ങി. മുമ്പത്തേതിനേക്കാൾ അവൾക്കിപ്പോൾ മാറ്റമുണ്ട്. കളിതമാശയും മറ്റുമായി എല്ലാവരും വൈകുന്നേരം വരെ അവിടെ കഴിച്ചു കൂട്ടി. ഇറങ്ങാൻ നേരം മാതുമോള് ഒരു വിധത്തിൽ അവിടെ നിന്ന് വിടുന്ന ഭാവമില്ല. എന്നാൽ മുമ്പൊരിക്കൽ അവിടെ നിന്നപ്പോൾ ഉണ്ടായ അനുഭവം ഓർമ്മ വന്നതും സിദ്ധു അവളെ ദേവിയെ ഏൽപ്പിച്ചു.
രാത്രിയിൽ കിടക്കാൻ നേരം ജയൻ്റെ ഫോണിൽ കോൾ വന്നു. എടുക്കുമ്പോൾ അപ്പുറത്തുനിന്ന് കേട്ട വാർത്തയിൽ ഞെട്ടി നിന്നു. ദേവി വിളിക്കുമ്പോൾ ജയൻ ചലിക്കാൻ പോലും മറന്നുപോയി.